पति ब्रह्मचारी। നിങ്ങൾ എന്റെ ഭാര്യയല്ല. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? സ്വയം കണ്ടില്ലേ? സത്യത്തെ നിങ്ങൾക്ക് വളച്ചൊടിക്കാനാവില്ല. തെളിവ് സ്വയം കണ്ടില്ലേ? ഇനിയും ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലെന്ന് പറയാൻ പോവാണോ? അത് ഞാൻ എപ്പോഴും പറയും. കാരണം കോടതിയിൽ ഇത് തെളിയിക്കണമെങ്കിൽ സിന്ദൂരല്ല, ഈ കല്യാണം തെളിയിക്കുന്ന തെളിവാണ് വേണ്ടത്. അതെന്തായാലും നിങ്ങളുടെ ഇല്ലല്ലോ. ഇന്ന് എന്റെ ഈ സിന്ദൂരം എന്റെ ഉള്ളിലെ ആത്മവിശ്വാസം വളർത്തിയിട്ടേ ഉള്ളൂ. എനിക്കിപ്പോ വിശ്വാസമായി. സത്യം തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് തെളിയാതിരിക്കില്ല. ഞാൻ എന്തായാലും പരാജയപ്പെടില്ല. നിങ്ങളാ കള്ളവുമായി മുന്നോട്ട് പൊയ്ക്കോളൂ. ഞാൻ എന്റെ സത്യത്തെയാണ് മുറുകെ പിടിക്കുന്നത്. നമുക്ക് കാണാം വിജയം ആർക്കാണ്. വേഗം, എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി. വേഗം ആവട്ടെ. അച്ഛാ, റിയ, വല്യമ്മേ, സൂരജ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. എന്റെ വാസുദേവാ, എന്റെ കാലെന്തൊരു വേദനയാ. നമ്മുടെ സമയം ശരിയില്ലെങ്കിലേ ഒരു ഇന്റർവ്യൂവും ശരിയാകാൻ പോകുന്നില്ല. ഒരു കാര്യം അറിയോ, അവരെന്റെ ഡിസൈൻസ് അല്ല ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സാ ജഡ്ജ് ചെയ്യുന്നത്. സോ അൺഫെയർ. സാരമില്ല, നമുക്ക് അടുത്ത ഇന്റർവ്യൂല് കുറച്ചുകൂടി നന്നായിട്ട് പ്രസന്റ് ചെയ്യാം. ശരി, വെക്കട്ടെ. ഞാൻ കുറച്ചു കഴിഞ്ഞ് നിന്നെ വിളിക്കാം. ബൈ. നല്ല നെയ്യുടെ മണം. അല്ല, അതിഥിയൊക്കെ എവിടെ പോയി? പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചത് കൊണ്ട് കുറച്ച് നേരത്തെ പോകേണ്ടി വന്നെന്ന്. എത്ര സ്നേഹത്തോടെയാണ് മോളി ആഹാരം ഉണ്ടാക്കിയെന്നത് കഴിക്കുമ്പോൾ അറിയാം. ഇതിന്റെ രുചി നേരെ ആത്മാവിലേക്ക് ഇറങ്ങുന്നു. രുചി എന്താണെന്ന് അറിയണമെങ്കിലേ ഇത് കഴിച്ചു നോക്ക്. എന്റെ ഈശ്വര, എന്താ ഇത്? കടയിലേക്കൊന്നും പോയില്ലേ? എന്റെ അമ്മായി, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ നേരെ കടയിലേക്ക് പോയാൽ ശരിയാവോ? ഞാൻ കണ്ടിരുന്നു രാവിലെ തന്നെ ഏട്ടത്തി ധൃതി പിടിച്ച് പോകുന്നത്. അതുകൊണ്ട് ഞാൻ കരുതി ഇന്ന് എന്റെ കൈ കൊണ്ട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന്. മാത്രമല്ല, സൂരജുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ ഞാനല്ലേ ചെയ്യേണ്ടത്. വാ, നിന്റെ
കൊണ്ടുവന്ന ചപ്പാത്തിന്ന് എണ്ണയുടെ നേടെ എന്തൊരു മണമാ കിട്ടുന്നേ. അമ്മായി കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന്. എനിക്കൊടുത്താ ഈ ചേട്ടത്തെയും ബിന്ദിയും കൂടി സൂര്യചേട്ടന്റെ പിന്നാലെ നടക്കുന്നത് നന്നായി. ഇനി എന്തായാലും ഫുഡിന്റെ കാര്യത്തിൽ കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും. എന്തായാലും എന്താ അങ്കിൾ എനിക്ക് വേണ്ട, മതി. എനിക്കത് എണ്ണയും നെയ്യൊന്നും ഇഷ്ടമല്ല. ഞാനിപ്പോ കഴിച്ചത് തന്നെ എനിക്ക് വളരെ കറക്റ്റാ. ഇഷ്ടമോൾ ഉണ്ടാക്കി തന്നത് ധാരാളം. എത്ര സ്വാദുള്ള ഫുഡാ നീ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ ആത്മാവിന് എന്നെ തൃപ്തിയായി. എന്റെ അമ്മായി ഇത് മാത്രമല്ല, അച്ചാറും ഉണ്ട്. കുറച്ച് വേഗം എടുക്ക്. ഇതിനെയൊക്കെയാ പറയുന്നത് സർവഗുണ സമ്പന്നയെന്ന്. എന്റെ ബിന്ദിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നന്നായിക്കട്ടെ മോളെ. നിക്ക് നിക്ക്, ഇത് എങ്ങോട്ടായി പോകുന്നത്? എനിക്ക് കുറച്ചുകൂടെ വേണം. കൊണ്ടുപോകരുത്. മോളുടെ കൈകൊണ്ടുള്ള ആഹാരം കഴിച്ചാൽ ദിവസം മുഴുവനും സന്തോഷമായിരിക്കും. സത്യത്തിൽ എനിക്ക് വയറ് നിറഞ്ഞു, അതുപോലെ മനസ്സും നിറഞ്ഞു. ഒരെണ്ണം കൂടി തന്നേ. സൂരജേ, വാ മോനെ വാ. നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ബിന്ദിയ നിനക്ക് അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വന്നേ, വന്ന് കഴിക്കണം. പ്ലേറ്റ് എടുത്തു തരാം. വന്നേ കഴിക്ക്. സൂര്യചേട്ടാ ബിന്ദിയ കൊണ്ടുവന്ന പൊറോട്ടയ്ക്ക് എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയോ? ഒന്ന് കഴിച്ചു നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും. ഇത്രയും വൃത്തികെട്ടൊരു ഫുഡ് ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല. ആരാ ഇത് ഉണ്ടാക്കിയ? ഉപ്പുമില്ല, നല്ലപോലെ വെന്തിട്ടുമില്ല. സോറി ഈഷ, നീ ഒരുപാട് കഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ഉണ്ടാക്കിയതാണെന്നറിയാം. ശരിക്കും നല്ല സ്വാദുണ്ട്. പക്ഷെ തിരിച്ച് നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് നിന്നെ അയക്കാൻ എനിക്ക് ഈ നാടകം തുടർന്നേ മതിയാകൂ. ഒരാളുടെ സ്നേഹവും വേദനയും പരിശ്രമവും എല്ലാം മനസ്സിലാക്കണമെങ്കിൽ സ്വയം കഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. ഇതൊക്കെ ആരോട് പറയാനാ? മോളെ ബിന്ദിയെ, സൂരജിന് വിളമ്പി കൊടുക്ക്, അവൻ കഴിക്കട്ടെ. രാവിലെ ആൺകുട്ടികൾക്ക് വായിൽ കൊള്ളാവുന്ന ഭക്ഷണം കൊടുത്താലല്ലേ അവർക്ക് അന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. ആത്മവിശ്വാസം മാത്രം വെച്ചാ ഇവിടെയുള്ളവരെല്ലാം പട്ടിണിയിലായിപ്പോ. ഇത് കഴിക്ക്. ഇത് കഴിച്ചിട്ട് നീ പറയും. ഇത് കഴിക്കുമ്പോ നിനക്ക് മനസ്സിലാവും ശരിക്കും ആഹാരം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന്.
തരും തിരുമേനി. അല്ല തിരുമേനി, ഇന്നിവിടെ എന്തെങ്കിലും പൂജ പറഞ്ഞിട്ടുണ്ടോ? അച്ഛാ, ഇദ്ദേഹത്തെ ഞാനാ വിളിച്ചത്. അച്ഛാ, ഈ തിരുമേനിയാണ് എന്റെയും സൂരജിന്റെയും വിവാഹം നടത്തിയത്. ഓ ശരി ശരി ശരി, വലിയ കാര്യം, നന്ദിയുണ്ട്. അത് തിരുമേനിയായിരുന്നല്ലേ? തിരുമേനി പറഞ്ഞോളൂ, സൂരജിന്റെ ഇഷ്ടമോളുടെയും കല്യാണത്തിന്റെ സത്യം എന്താണ്? തിരുമേനി ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരോടും സത്യം പറഞ്ഞാൽ മതി. അതെ തിരുമേനി, ആരെയും പേടിക്കണ്ട. സത്യം എന്താണോ അത് തന്നെ അങ്ങ് പറഞ്ഞേക്ക്. തിരുമേനി ഹനുമാൻ ക്ഷേത്രത്തിലെ പൂജാരിയല്ലേ? അതുവഴി ഞാനെന്നും 2 or 3 തവണ പോവാറുണ്ട്. തിരുമേനി അവിടെ ആരതി ഒഴിയുന്നതും പൂജ ചെയ്യുന്നതും എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നതും അതൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് തന്നെ അറിയാം. അപ്പൊ പിന്നെ തിരുമേനിക്ക് എന്നെ ഓർമ്മ ഉണ്ടാകണല്ലോ, അല്ലേ? അപ്പോ സത്യം എന്താണെങ്കിൽ അതങ്ങ് പറഞ്ഞേക്ക്. പറഞ്ഞോളൂ. സിന്ദൂരം കൂടെ ചാർത്തി കഴിഞ്ഞാൽ വിവാഹം പൂർത്തിയായി. ഇതോടെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി. തിരുമേനി പേടിക്കരുത്. ദയവായി സത്യം പറഞ്ഞോളൂ. അങ്ങനെയെങ്കിൽ ഞാൻ എന്നും കടപ്പെട്ടവളായിരിക്കും. പക്ഷേ തിരുമേനി സത്യം പറയും. അല്ല കുട്ടി, അന്ന് സംഭവിച്ചതൊന്നും എനിക്ക് നന്നായിട്ട് ഓർമ്മയില്ല. കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ കരുതി ഞാനാണ് ആ കല്യാണം നടത്തിയതെന്ന്. പക്ഷേ ഇയാളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ കല്യാണം നടത്തിയിട്ടുണ്ടെന്ന്. തിരുമേനി എന്തിനാ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? ഇന്നലെ എന്നോട് പറഞ്ഞതല്ലേ എല്ലാ സത്യങ്ങളും ഇവിടെ വന്ന് പറയാന്ന്. ദയവായി ഇവരോട് നടന്നതൊക്കെ പറയൂ. കുട്ടി, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരുപാട് കല്യാണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഓർമ്മ വരുന്നില്ല. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ശരി. അല്ല തിരുമേനി ഒന്ന് നിൽക്കൂ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് പ്ലീസ്. തിരുമേനി പോയ വഴിക്ക് പുല്ല് പോലും മുളക്കില്ല. ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഗുണ്ടയല്ലേ നിങ്ങള്? ഗുണ്ടയുടെ മുന്നിൽ സത്യം പറയാൻ ഭയമായിരിക്കും. ആൾക്കാരെ പേടിപ്പിക്കാനും വേദനിപ്പിക്കാനും വിലയ്ക്ക് വാങ്ങാനും നിങ്ങൾക്ക് കഴിയും. സൂരജ്, നിങ്ങളൊരു കാര്യം ഓർത്തു. സത്യത്തെ അങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. അതിനെ മറച്ചു വെക്കാനും കഴിയില്ല. നിർത്ത. എന്റെ കുഞ്ഞിനെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് പേര് വിളിച്ച് സംസാരിക്കുന്നോ? അത് എത്ര വലിയ തെറ്റാണെന്ന് അറിയാമോ? അല്ല എന്താ ഏട്ടത്തി ഇത്? തെറ്റിനെ കുറിച്ച് ഏട്ടത്തി പറയുന്നു. തെറ്റുകളുടെ മാസ്റ്റർ കോഴ്സ് അല്ലേ ഏട്ടത്തി പാസ് ചെയ്ത്? അങ്ങനെയുള്ളപ്പോ ഏട്ടത്തി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടെ ഇരുന്ന് ഈ ആഹാരം കഴിക്കുന്നത് ഡോക്ടറോ IAS കാരനോ ഒന്നും അല്ലല്ലോ. ഒരു ഗുണ്ടയല്ലേ? ഗുണ്ട പേര് പറഞ്ഞല്ലാതെ പിന്നെ എങ്ങനെയാ വിളിക്കണ്ടേ? അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാ. സത്യത്തെ അധികകാലം ഇങ്ങനെ മൂടി വെക്കാൻ കഴിയില്ല. എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു,
സ്വയം നെറ്റിയിൽ സിന്ദൂരം ചാർത്തി നടന്നതുകൊണ്ട് മാത്രം ഒരിക്കലും എന്റെ ഭാര്യയാവാൻ കഴിയില്ലെന്ന്. അതിന് തെളിവ് വേണം. നിങ്ങൾക്ക് തെളിവ് വേണം അല്ലേ? ഇതാ തെളിവ്. ഈ പേപ്പർ എങ്ങനെ ഇവിടെ എത്തി? ഈ പേപ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ തിരുമേനെ പോലെ നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയി കാണുമല്ലേ? സാരമില്ല, ഞാൻ തന്നെ വായിക്കാം. ഇതിൽ എഴുതിയിരിക്കുന്നത് സൂരജ്, വൈഫ് ഇഷ. കിട്ടിയ ബോളില് ഗോൾ അടിച്ച് കളഞ്ഞല്ലോ ഇഷേട്ടത്തി. അടിപൊളി. അല്ല, നിങ്ങൾക്കിപ്പോ ഇത് വിശ്വാസം ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നേരിട്ട് വിളിച്ച് ചോദിച്ചോളൂ, ഇതിലുള്ളത് സത്യമാണോ അതോ കള്ളമാണോന്ന്. വിന്ധ്യ, നീ ഇത് എന്തായി ചെയ്യുന്നേ? വിന്ധ്യ, ഇത് നിന്റെ പേപ്പർ തെളിവില് അച്ചാറ് വീണ് പോയല്ലോ. മാത്രമല്ല, ഒരു പേപ്പർ ആകുമ്പോ നമുക്ക് ഏത് രീതിയിലും മാറ്റാൻ പറ്റും. വേണമെങ്കിൽ എന്റെയും സൂരജിന്റെയും കല്യാണം കഴിഞ്ഞു ഞാൻ ഈ ചേരിയിൽ മുഴുവനും എഴുതി ഒട്ടിക്കാം. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു നടക്കാം, ഞാൻ സൂരജിന്റെ ഭാര്യയാണ്, എന്റെയും സൂരജിന്റെയും കല്യാണം കഴിഞ്ഞു എന്ന്. ആരെങ്കിലും വിശ്വസിക്കോ? അംഗീകരിക്കോ അത്? ഒരു പേപ്പറാണ് നീ എല്ലാത്തിനും തെളിവായി കാണിക്കുന്നതെങ്കിൽ നീ ചെന്ന് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ടുവാ. നിന്റെ കയ്യിൽ ഏതെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇതൊന്നുമില്ലാതെ ഒരു കല്യാണത്തിന്റെ പേരും പറഞ്ഞ് നീ സൂരജിന്റെ മേൽ അധികാരം സ്ഥാപിക്കുകയാണോ? എവിടെയെങ്കിലും അത് എഴുതി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ സത്യമാണെങ്കിൽ നീ പറയുന്നതെല്ലാം നമ്മൾ അംഗീകരിക്കാം. പക്ഷെ കോടതിയിലെ തെളിവ് കാണിക്കണമല്ലോ. അതിനുള്ള തെളിവ് നിന്റെയിലുണ്ടോ? ഉണ്ടോ? നീ കോടതിയിൽ എന്ത് കാണിക്കും? ഈ പേപ്പറിലുള്ള തെളിവാണോ നീ കാണിക്കാൻ പോകുന്നത്? ഈ പേപ്പറാണോ നിന്റെ തെളിവ്? വിന്ധ്യ, എന്താ കാര്യം? വിന്ധ്യ പറഞ്ഞത് സത്യം തന്നെയല്ലേ? ഈ ഒരു പേപ്പറിന്റെ ബലത്തിൽ ഇവൾ എന്ത് തെളിയിക്കാനാ ശ്രമിക്കുന്നത്? ഇത് തെളിവൊന്നുമല്ല, ഒരു പേപ്പർ കഷ്ണം മാത്രമാ. ഇഷ, ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ നോക്കുന്നത് എന്തിനാ? ഈശ്വരനെല്ലാം കാണുന്നുണ്ടെന്ന് ഓർക്കണം. നീ എത്രയൊക്കെ ശ്രമിച്ചു നോക്കി, എന്നിട്ട് എന്തുണ്ടായി? ഇപ്പോഴും നിങ്ങളുടെ കല്യാണ കാര്യത്തിൽ എല്ലാവർക്കും സംശയല്ലേ? സൂരജ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടവനാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇതിനു മുൻപേ ഒന്നിച്ചേനെ. സോ പ്ലീസ് മനസ്സിലാക്ക്, എന്നിട്ട് ഇറങ്ങിപ്പോ. വിന്ധ്യ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ ഇവിടെ നിന്നും എവിടേക്കും പോവില്ല. സൂരജ് ഇതുവരെ എന്റേതായിട്ടില്ലെങ്കിൽ നിന്റേതും ആകാൻ പോകുന്നില്ല. സൂരജ് ബ്രഹ്മചാരിയാണ്, എന്നിട്ട് നീ അവന്റെ പുറകെയല്ലേ? പിന്നെ ഞാൻ എന്തിനാ പോകുന്നേ? ഞങ്ങൾ തമ്മിൽ പ്രണയമാണ്. പ്രണയത്തിന്റെ ശക്തി എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വിന്ധ്യ, സൂരജ് എന്റെ ഭർത്താവാണ്.
ഓരോ വിവാഹവും സ്വർഗത്തിൽ വെച്ചാ നടക്കുന്നത്. അതൊരിക്കലും ഒരാൾക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ബന്ധങ്ങളാ ഒരിക്കലും തകരാത്തത്. ഒരു വിവാഹം എങ്ങനെയാ അംഗീകരിക്കപ്പെടുന്നത്? ഭർത്താവും ഭാര്യയും പരസ്പരം മനസ്സിലാക്കുമ്പോ. നിനക്ക് സൂരജിനെ കുറിച്ച് എന്താ അറിയുന്നേ? അവൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാ, അവന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ, അവൻ എവിടെ പോകാൻ ഇഷ്ടം, അവന്റെ സ്വപ്നം എന്താ, ജീവിതത്തിൽ എന്താ അവൻ നേടാൻ ആഗ്രഹിക്കുന്നത്, അവൻ ഇഷ്ടമുള്ള മണം ഏതാ, ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്താണെന്നൊക്കെ നിനക്കറിയോ? നിനക്കറിയോന്ന് ഒന്നും അറിയില്ലല്ലോ അല്ലേ? എനിക്ക് നിന്നെ കാണുമ്പോ സത്യത്തിൽ സഹതാപം തോന്നുന്നേ. എന്റെ ഇഷ്ടം, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? നിനക്ക് സത്യത്തിൽ ആത്മാഭിമാനം എന്നുള്ളൊരു സാധനം ഇല്ലേ? നിനക്കിവിടെ ആരും ഒരു വിലയും തരുന്നില്ല. ഇറങ്ങി പോവാൻ എന്നും പറയുന്നുണ്ട്. എന്നിട്ട് നീ ഇവിടെ തന്നെയാ. ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ ശ്രാവണ പൂജ കഴിഞ്ഞ നിനക്ക് ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങി പോവേണ്ടി വരും. സൂര്യചേട്ടാ, ഇത് രണ്ടും ഒരുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. മുളക് പൊടി കൂടുതലിട്ടുണ്ടാക്കിയതാ. ഇത് ഏട്ടനെ കഴിക്കാൻ കഴിയില്ല. അല്ല, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ഇങ്ങനെ സ്വയം വേദനിപ്പിക്കാൻ എന്താവശ്യമുള്ളത്? ഇത്രയും വൃത്തികെട്ടൊരു ഫുഡ് ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല. ആരാ ഇത് ഉണ്ടാക്കിയ? ഉപ്പുമില്ല, നല്ലപോലെ വെന്തിട്ടുമില്ല. സൂര്യചേട്ട, വെള്ളം. കുറച്ച് വെള്ളം കുടിക്കും സൂര്യചേട്ടാ.